നമസ്കാരം. പതിരും കതിരും. വികട സരസ്വതിയുടെ അനുഗ്രഹം സിദ്ധിച്ച അതുല്യ പ്രതിഭയായിരുന്നു ഐതിഹ്യത്തിൽ പറയുന്ന മുട്ടസ് നമ്പൂതിരി. ഈ നമ്പൂതിരിക്ക് വാഗ്വിലാസത്തിൽ വൈഭവം വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. സമാവർത്തനം കഴിഞ്ഞിരിക്കുന്ന വേളയിൽ ഒരിക്കൽ അദ്ദേഹം മൂകാംബികയിലെത്തി ഭജനമിരുന്നു. നടയടയ്ക്കും മുമ്പ് ബിംബത്തിനു മുമ്പിൽ ത്രിമധുരം നേദിക്കുന്ന ഒരു ചടങ്ങ് അവിടെയുണ്ട്. ഈ ത്രിമധുരം കഴിച്ചാൽ അനന്യമായ വാഗ്വിലാസം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇത് മലയാളികൾ കഴിച്ചാൽ അവരുടെ നാവിന്മേൽ വാഗ്ദേവത നടനം ചെയ്താലോ എന്ന് ഭയന്ന് അസൂയാലുക്കളായ പരദേശികൾ ഈ ത്രിമധുരം എടുത്ത് കിണറ്റിൽ തള്ളുകയാണ് പതിവ്. ഇത് സേവിക്കാൻ തക്കം പാർത്തിരിക്കുന്ന മുട്ടസ് നമ്പൂതിരി ശാന്തിക്കാരൻ വെള്ളം കോരാൻ പോയ തക്കത്തിന് ശ്രീകോവിലിൽ കയറി ത്രിമധുരം വായിലാക്കി. ആളുകൾ ഓടിക്കൂടി മുട്ടസിനെ തല്ലി പദം വരുത്തി എടുത്ത് കാട്ടിൽ കൊണ്ടുപോയിട്ടു. ചത്ത പോലെ കിടന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ മുട്ടസ് രഘുവംശവും മാഘവും അമരേശവുമൊക്കെ പഠിച്ച് സകല ശാസ്ത്രികളെയും വികട സരസ്വതിയാൽ വായടപ്പിച്ചു. ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് കൂപത്തിൽ തള്ളിക്കളയേണ്ട വേണ്ടാത്തതൊക്കെയും കട്ടുഭുജിച്ച് വൃത്തമൊപ്പിച്ച് സൈദ്ധാന്തിക വിവരക്കേടിൻ്റെയും പ്രതിഭാവിലാസം വിളമ്പുന്ന ആളാണ് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ്. മേപ്പടിയാൻ പണ്ടു പറഞ്ഞതും കവലപ്രസംഗം നടത്തിയതും നിയമസഭയിൽ വിക്ഷേപിച്ചതുമായ മുഴുവൻ വികട വിപ്ലവങ്ങളും അതിയാന് തന്നെ പാരയായിരിക്കുകയാണ് ഇപ്പോൾ. മറൈൻ ഡ്രൈവിൽ അഴിഞ്ഞാടിയ ചുംബന സമരക്കാരെ ന്യായീകരിക്കാൻ ശിവനെയും പാർവതിയെയും ആദ്യം തല്ലണമെന്നായി. ശിവജടയിൽ നിന്നും ഗംഗയെ വിളിച്ചിറക്കണമെന്നായി. മാളികപ്പുറത്തമ്മയെയും അയ്യപ്പനെയും കല്യാണം കഴിപ്പിച്ച് അവരുടെ സദ്യയ്ക്ക് പോയി ഉപ്പ് വിളമ്പിയ വൃത്താന്തം പറഞ്ഞും കരഘോഷങ്ങൾക്ക് നടുവിൽ അയാൾ തല ഉയർത്തി പ്രസംഗിച്ചു കയറി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 11-ാം വാചകം ഉരുവിട്ടുകൊണ്ട് പ്രതിപക്ഷത്തെ നിയമസഭയിൽ ഇങ്ങനെ പരിഹസിച്ചു: നിങ്ങൾ ചെവിയാൽ എല്ലാം കേൾക്കും, ഗ്രഹിക്കയില്ലതാനും; നിങ്ങൾ കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഇത്രയൊക്കെ ദീർഘവീക്ഷണത്തോടെ മത്തായി എങ്ങനെ നിങ്ങളെപ്പറ്റി എഴുതിയെന്നായി പ്രതിപക്ഷത്തിന് നേരെയുള്ള ചോദ്യം. കൈവിട്ട ആയുധം വാവിട്ട വാക്ക്, രണ്ടും ബ്രഹ്മന് പോലും തിരിച്ചെടുക്കാൻ സാധിക്കില്ലെന്ന് M സ്വരാജ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെയെങ്കിലും അറിയും. എത്ര പേരാണ് M സ്വരാജിൻ്റെ നിയമസഭാ പ്രവേശം കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത്? സാഹിത്യകാരി KR മീര മുതൽ നിലമ്പൂർ ഐഷ വരെ, അനൂപ് ചന്ദ്രൻ എന്ന നടൻ മുതൽ പിണറായി വിജയൻ വരെ ആ കാത്തിരിപ്പിലാണ്. പക്ഷേ സ്വരാജ് വാക്കുകൾ കൊണ്ടും പരിഹസിച്ചും പുച്ഛിച്ചും പൂണ്ടുവിളയാടിയ സകല ദൃശ്യങ്ങളും റീൽസുകളായി നാടാകെ കറങ്ങുകയാണ്. വാക്സാമർഥ്യത്തിൻ്റെ ആളായതിനാൽ CPM സൈബറുകൾ സ്വരാജിനെ അവതരിപ്പിക്കുന്നത് ഭയങ്കരമായ ഒരു ധിഷണാശാലി എന്ന നിലയ്ക്കാണ്. വേലയും കൂലിയുമില്ലെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ദിവസവും ആഞ്ഞടിക്കുന്ന, ലളിത ജീവിതം നയിക്കുന്ന, പൂക്കളെ ഇഷ്ടപ്പെടുന്ന സഖാവ് സ്വരാജ് M നായർ എങ്ങനെ 36 ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാർ സ്വന്തമാക്കിയെന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണ് കമ്മികൾ. 50 ലക്ഷം വരെയുള്ള അമേരിക്കൻ നിർമ്മിത കാർ വാങ്ങുന്നത് ആഡംബര ജീവിതമായി കണക്കാക്കേണ്ടതില്ല എന്ന് മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ തീരുമാനമായോ എന്തോ. കുണ്ടന്നൂർ പാലം നിർമ്മിച്ച ഊരാളുങ്കൽ ഫോർഡ് ഫിഗോ കാറും മെർഡിയൻ പ്ലസ് ജീപ്പുമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയോ എന്തോ. 2013 4 ലക്ഷത്തിൻ്റെ വാഹനം വാങ്ങിയ ഈ സാധാരണക്കാരൻ സഖാവ് നോക്കണേ, 2025 ആയപ്പോഴേക്കും 36 ലക്ഷത്തിൻ്റെ വാഹനം വാങ്ങിയിരിക്കുന്നു. നമുക്കറിയാവുന്ന സ്വരാജിൻ്റെ വരുമാനം MLA പെൻഷനും ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്റർ എന്ന ഉദ്യോഗവുമാണ്. പ്രഭാഷണ പരമ്പരകൾ നാടാകെ അവതരിപ്പിച്ച അഴീക്കോടിന് പോലും ആ ഇനത്തിൽ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിസ്വവർഗത്തിനു വേണ്ടിയും അധസ്ഥിതരുടെയും കൂലിത്തൊഴിലാളികളുടെയും ഉന്നമനത്തിനു വേണ്ടിയും ശബ്ദിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് ഈ സ്വരാജ് എന്നാണ് KT ജലീൽ നിലമ്പൂരിൽ പറഞ്ഞത്. അധസ്ഥിതർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന സഖാവ് സ്വരാജിന് 36 ലക്ഷത്തിൻ്റെ വാഹനം വാങ്ങാമെങ്കിൽ മുതലാളിമാരെ കൊണ്ട് പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിൽ വിപ്ലവം നയിക്കുന്ന പിണറായിയൊക്കെ ഹെലികോപ്റ്ററിൽ കറങ്ങി നടക്കുന്നതിനും 56 വാഹനങ്ങളുടെ അകമ്പടിയിൽ കേരളമാകെ കറങ്ങുന്നതിലും വല്ല അതിശയവും പറയാനുണ്ടോ? സർവ്വരാജ്യ തൊഴിലാളികളെ നിങ്ങൾ കൂഞ്ഞു വലിക്കുവിൻ. ഈ സഖാവാണ് തെരുവിൽ നിന്നും അതിമനോഹരമായ മറ്റൊരു പ്രസംഗം കൂടി നടത്തിയത്. കേരയിൽ വിരുദ്ധ സമരത്തിന് ബദലായിരുന്നു ആ പ്രസംഗം. ഇത്ര ധൃതിയിൽ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നാണിപ്പോൾ ചോദ്യം. നിന്റെ അമ്മായിയപ്പൻ്റെ 16 അടിയന്തരത്തിന് പോകുന്നു. ഇതുപോലൊരു ചോദ്യവും ഉത്തരവും നിലമ്പൂരുകാർ 23-ന് ചിലപ്പോൾ സ്വരാജിനോടും ചോദിച്ചെന്നിരിക്കും.
ഇത്ര പെട്ടെന്ന് സഖാവേ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ എൻ്റെ 36 ലക്ഷത്തിൻ്റെ വണ്ടിയിൽ ദേശാടനത്തിന് പോകുന്നു. നന്ദി.